നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 20-ാം തീയതി 1201 ആണ്ട് കർക്കിടക മാസം 4-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർ ജനിക്കുന്നത് തന്നെ ചന്ദ്രദശയിലാണ്. അപ്പോൾ ചന്ദ്രനുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അപ്പോൾ ഏറ്റവും ശുഭപ്രദമായ അവസ്ഥകളൊക്കെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ നല്ല ദിവസത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ശുഭകാര്യങ്ങൾക്കും ഇന്ന് കൊള്ളാം. അത്തം നക്ഷത്രം തിങ്കളാഴ്ച എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് സന്തോഷപ്രദമായ അവസ്ഥകൾ നിങ്ങൾക്കിന്ന് കൈവരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങൾക്ക് മുടക്കം കൂടാതെ അല്ലെങ്കിൽ തടസ്സം വയ്ക്കാതെ കാര്യങ്ങൾക്ക് ഇറങ്ങണം. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും. അപ്പോൾ നമുക്ക് പുരോഗതിയെ കൊടുക്കും. അതുപോലെ തന്നെ കർക്കിടക മാസത്തിലെ അത്തം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ കർക്കിടക മാസത്തിലെ അത്തം നക്ഷത്രം വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണെന്ന് അറിയുക. വളരെ സാമ്പത്തിക പുരോഗതിയെ തരും. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണത്തിന് അനുകൂലപ്രദമായ സാഹചര്യം ഉണ്ടാവും. അതുപോലെ വസ്തു വാങ്ങാനാവട്ടെ, വാഹനം വാങ്ങാനാവട്ടെ, വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അതുപോലെ നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, വിദേശത്ത് പഠിക്കാനായിട്ട് പോകുന്ന കുട്ടികളാവട്ടെ, അവർക്കെല്ലാം ഈ സമയം അനുകൂലപ്രദമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടെല്ലാം ഇറങ്ങണം. കാരണം നമുക്ക് കിട്ടുന്ന നല്ല സമയത്തെ നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് അങ്ങനെ ഇതിൽ എന്തൊക്കെയാണ് ആഗ്രഹമുള്ളത് അത് സബലീകൃതമാവും. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി ഇറങ്ങണം. രാഹുകാലം നോക്കി വേണം യാത്ര തിരിക്കാൻ. രാഹുകാല സമയം നോക്കി ഓരോ കാര്യത്തിന് ഇറങ്ങുന്നത് നന്നായിരിക്കും. ഇപ്പോൾ രാഹുകാല സമയം നോക്കി നമ്മൾ യാത്ര തിരിച്ചില്ലെങ്കിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് ഇടവരുത്തും. കാരണം രാഹു തടയും. നല്ല സമയമാണെങ്കിൽ പോലും രാഹു എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ മുമ്പ് ചെന്ന് പെട്ടാൽ എന്ത് ചെയ്യും? അവൻ ചുറ്റിക്കും. അതുകൊണ്ട് രാഹുകാല സമയം 7:30 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് രാഹുകാലം ആരംഭിക്കുന്നത് 7:30-ക്കല്ല. രാഹുകാലം 7:49 തുടങ്ങുള്ളൂ. 9:23 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ 7:49 മുമ്പോ 9:23 ശേഷമോ യാത്ര തുടങ്ങുക. അത് പ്രധാനമായി ശ്രദ്ധിക്കണം. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 2:05 തൊട്ട് 3:38 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 10:57 തൊട്ട് 12:21 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. കാരണം ഗുളികൻ നിന്ന ഭാവം അനർത്ഥമായി ഭവിക്കും, അനർത്ഥങ്ങളെ കൊടുക്കും. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്, അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്. എന്നാൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് തന്നെ 12:07 തൊട്ട് 12:55 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. അപ്പോൾ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ വസ്ത്രധാരണവും കൂടി ശ്രദ്ധിക്കുക. വെളുത്ത കളറോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലോ ഒക്കെ ഉള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും
ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.